ഹായ് ഹലോ എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ പാൽ പായസമാണ്. അതിനായിട്ട് നമുക്ക് സേമിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ ഒരു പാക്കറ്റ് സേമിയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളെല്ലാ സേമിയയും നല്ലതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. അതുപോലെ തന്നെ നമുക്ക് ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നന്നായിട്ട് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് എടുത്തു വച്ചേക്കുന്ന സേമിയ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ സേമിയയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു നുള്ള് വെള്ളവും കൂടെ ചേർത്ത് അതിലേക്ക് 1 ലിറ്റർ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ള് ഏലക്ക പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സേമിയ പാൽ പായസം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് കൂടി ഒന്ന് നോക്കുക.